കൊല്ലം ലോക്സഭാ മണ്ഡലമാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കുന്നത്. തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ശക്തി കേന്ദ്രം എന്ന നിലക്കാണ് കൊല്ലത്തെ നമുക്കറിയുക. 2014 NK പ്രേമചന്ദ്രൻ വിജയിച്ചു, MP ആയിരിക്കുന്നു. അവിടെ CPM-നും RSPക്കും ഇത്തവണത്തേത് അഭിമാന പോരാട്ടമാണ് എന്ന് നമുക്കറിയാം. അതിൻ്റെ ശക്തി, അതിൻ്റെ തീവ്രത പൂർണ്ണമായും ഈ മത്സരരംഗത്തുണ്ട് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. 2014 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയായിരുന്നു ചിത്രം. MA ബേബി 3,70,879 വോട്ടുകൾ നേടി. NK പ്രേമചന്ദ്രൻ 4,08,528 വോട്ടുകൾ നേടി. PM വേലായുധനായിരുന്നു NDAയുടെ BJPയുടെ സ്ഥാനാർത്ഥി, BJP നേതാവ്. അദ്ദേഹം 58,671 വോട്ടുകൾ മാത്രമാണ് BJPക്ക് അവിടെ സമാഹരിക്കാനായത്. 37,649 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് MA ബേബിക്ക് മേൽ NK പ്രേമചന്ദ്രൻ കഴിഞ്ഞ തവണ നേടിയത്, 37,649. എന്നാൽ 2014 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ നമ്മൾ കാണുന്നത് വലിയ വ്യത്യസ്തമുള്ള ചിത്രമാണ്. 1,76,040 വോട്ടുകളുടെ ഭൂരിപക്ഷം LDFനുള്ള അതിശക്തമായിട്ടുള്ള LDF മണ്ഡലമായിട്ടാണ് നമ്മൾ 2016 നിയമസഭാ പോരാട്ട ചിത്രം പരിശോധിക്കുമ്പോൾ കാണുക. ചവറ, പുനലൂർ, ചടയമംഗലം, കുണ്ടറ, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ എല്ലായിടത്തും ഇടതുമുന്നണി വിജയിച്ചു നിൽക്കുന്ന ചിത്രം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, നമുക്ക് ആ ഗ്രാഫിക്സിൽ കാണാം. 1,76,040 വോട്ടുകളുടെ ഭൂരിപക്ഷം. ഇപ്പോഴത്തേത് നമുക്കറിയാം, NK പ്രേമചന്ദ്രൻ തന്നെ മത്സരരംഗത്തുണ്ട്. KN ബാലഗോപാൽ CPM നേതാവ്, ജില്ലാ സെക്രട്ടറി ആയിരുന്നയാൾ, അദ്ദേഹം മത്സരിക്കുന്നു LDFന് വേണ്ടി. KV സാബു, അദ്ദേഹം BJPയുടെ തന്നെ നേതാവാണ്, ന്യൂനപക്ഷ മോർച്ചയുടെ നേതാവാണ്. അദ്ദേഹമാണ് NDAക്ക് വേണ്ടി മത്സരരംഗത്തുള്ളത്. ഓരോരുത്തരുടെയും കാര്യങ്ങൾ പരിശോധിച്ച് പോവുകയാണ്. NK പ്രേമചന്ദ്രൻ MP എന്ന നിലയിൽ വളരെ മികച്ച പ്രതിച്ഛായ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് എന്ന കാര്യം മറക്കരുത്. അദ്ദേഹത്തിന് വ്യക്തിബന്ധങ്ങൾ, ചെറുപ്പകാലത്തെ RSP പ്രവർത്തനം തൊട്ട് അവിടെ നല്ല നിലക്കുള്ള വ്യക്തിബന്ധങ്ങൾ അദ്ദേഹത്തിനുണ്ട്. പാർലമെൻ്ററി മികവ് നമുക്കറിയാം. ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൊള്ളാവുന്ന MP-മാരിൽ ഒരാൾ എന്ന പേര് കരസ്ഥമാക്കിയ ആളാണ് NK പ്രേമചന്ദ്രൻ. KN ബാലഗോപാൽ അതുപോലെ തന്നെ ശക്തനായുള്ള സ്ഥാനാർത്ഥിയാണ്. മണ്ഡലത്തിലും ജില്ലയിലാകെ തന്നെയും CPM-ൻ്റെ സ്വാധീനമാണ് അദ്ദേഹത്തിന് വിജയം വരുമെന്ന് പ്രതീക്ഷിക്കാൻ അവർക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താഴെത്തട്ടിലെ CPM-കാരുമായി പോലും അടുപ്പം, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകൻ എന്ന നിലക്കൊക്കെ തുടങ്ങിയതുകൊണ്ട് ഏറ്റവും താഴെത്തട്ടിലെ CPM-കാരുമായി പോലും നല്ല അടുപ്പം സൂക്ഷിക്കുന്നയാളാണ്. രാജ്യസഭാ MP എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആളാണ്. അതുകൊണ്ട് MP എന്ന നിലയിലെ പ്രകടനം വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടുപേരും അവരവരുടേതായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള പേര് നേടിയിട്ടുള്ള ആളാണ്. KV സാബു, NDAയുടെ BJPയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹം ന്യൂനപക്ഷ മോർച്ച നേതാവാണ്. അതുകൊണ്ട് ആ നിലക്കുള്ള സംഘാടന പാഠവും സംഘാടന പരിചയം അദ്ദേഹത്തിനുണ്ട്. പാർലമെൻറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം നേരത്തെ മത്സരിച്ചിട്ടുണ്ട്, ആ പരിചയം അദ്ദേഹത്തിനുണ്ട്. കൊല്ലം ബൈപ്പാസ് ഉൾപ്പെടെയുള്ള കേന്ദ്ര പങ്കാളിത്തമുള്ള വികസന പദ്ധതികൾ അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് തങ്ങൾക്ക് വോട്ടായി വരുമെന്നാണ് അവർ വിചാരിക്കുന്നത്. ശ്രീ രാജൻ ബാബു, എന്താണ് അവിടുത്തെ ചിത്രം? എന്തായിരിക്കും സംഭവിക്കുക? കൊല്ലത്തെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് പ്രചരണം ശക്തിപ്പെട്ടതോടുകൂടി ഇരു മുന്നണികൾ തമ്മിലുള്ള പോരാട്ടം ഏതാണ്ട് തീപാറും വിധം വേനൽ ചൂടിനൊപ്പം ശക്തി പ്രാപിച്ചു കഴിഞ്ഞു. മുൻ പ്രവചനങ്ങളിൽ പ്രേമചന്ദ്രന് മുൻതൂക്കമുണ്ടായിരുന്നത് പോലും അതിജീവിക്കാൻ തക്കവണ്ണം ഒരു ശക്തമായ പ്രതിരോധം LDF സ്ഥാനാർത്ഥി ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കാഴ്ചവെച്ചു എന്നതാണ് കൊല്ലത്തെ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോൾ ശ്രദ്ധേയമായി കാണുന്ന ഘടകം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 7 നിയമസഭാ മണ്ഡലങ്ങളും വൻഭൂരിപക്ഷത്തിൽ LDF കരസ്ഥമാക്കിയത് വീണ്ടും വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ സ്ഥിതിവിശേഷത്തെ ഏറെ നിർണായകമാക്കുന്ന ഘടകമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് കിട്ടിയ പരിമിതമായ വോട്ട് ഇത്തവണയും BJP സ്ഥാനാർത്ഥിയുടെ ഒരു പ്രകടമായ മുന്നേറ്റം ദൃശ്യമാകാത്ത സാഹചര്യത്തിൽ അതിനേക്കാൾ വലിയൊരു മാൻഡേറ്റ് ആ ഭാഗത്ത് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രധാന മുന്നണികൾ UDF, LDF സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള പോരാട്ടം കൊല്ലത്ത് നേരിട്ടുള്ള ഒരു മത്സരമായി മാറിയിരിക്കുകയാണ്. ശ്രീ രാജൻ ബാബു, ഈ പറയുന്ന രാഷ്ട്രീയമായ പോരാട്ടമാണോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള മത്സരമാണോ? പശ്ചാത്തലത്തിലും അതിപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടമായി തന്നെയും മാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള സവിശേഷതകൾ മാറ്റുന്ന പോരാട്ടമാണോ? വ്യക്തിപരമായ ഘടകങ്ങളും രാഷ്ട്രീയ ഘടകങ്ങളും സംയുക്തമായി പ്രകടമാകുന്ന ഒരു പ്രചരണ മേഖലയാണ് കൊല്ലം. ഉദാഹരണത്തിന് LDF സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ മുമ്പില്ലാത്ത വിധം കഴിഞ്ഞ തവണ പോളിറ്റ് ബ്യൂറോ അംഗമായ ശ്രീ MA ബേബി സ്ഥാനാർത്ഥിയാകുമ്പോൾ പോലും ഇല്ലാത്ത വിധം
LDF കേന്ദ്രങ്ങളിൽ CPI CPM പാർട്ടി പ്രവർത്തകരിലുള്ള ഒരു ഐക്യവും ശക്തമായ പ്രചരണ സമ്പ്രദായവും ദൃശ്യമാകുന്നുണ്ട്. അതുപോലെ തന്നെ കാമ്പസ് പോപ്പുലേഷന് വിദ്യാർത്ഥി വോട്ടർമാരുടെ തലത്തിൽ വളരെ ശക്തമായ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ ഇതിനകം തന്നെ LDFന് സാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും പ്രേമചന്ദ്രൻ്റെ ശക്തമായ രാഷ്ട്രീയ അടിത്തറയെ വെല്ലുവിളിക്കുന്ന രാഷ്ട്രീയ അടിത്തറയെയും വ്യക്തിപരമായ സ്വാധീനത്തെയും വെല്ലുവിളിക്കുന്ന ഒരു ഘടകമായി മാറാൻ ബാലഗോപാലിന് സ്ഥാനാർത്ഥിത്വത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് കൊല്ലത്തിൻ്റെ ഇപ്പോഴുള്ള സവിശേഷത. അതുകൊണ്ട് തന്നെയാണ് ഇനിയുള്ള സമയം ഇരു മുന്നണികളുടെയും മുന്നേറ്റം വളരെ ശ്രദ്ധേയമായി മാറുന്നത്. ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ രാജൻ ബാബു താങ്കളിലേക്ക്. ശ്രീ ജേക്കബ്, ഇവിടെ 37,649 പാർലമെൻറ്റ് ഇലക്ഷനിൽ ഭൂരിപക്ഷം അദ്ദേഹത്തിന്, പ്രേമചന്ദ്രന്. പക്ഷേ 1,76,040 വോട്ടുകളുടെ ഭൂരിപക്ഷം കൊല്ലം മണ്ഡലത്തിലാകെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനുണ്ട് താനും. ഇത്തവണ അവിടെ പ്രേമചന്ദ്രന് പരാജയം രുചിക്കേണ്ടി വരും എന്ന് കാണേണ്ടതുണ്ടോ? അതൊരു ഇൻഡിക്കേറ്ററായിട്ട് ഞാൻ എടുക്കില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടും ഇൻഡിക്കേറ്ററായിട്ട് ജനറലി ഒരു പാർട്ടിയുടെ അടിത്തറ എന്നതൊക്കെ കണക്കാക്കാമെന്നുള്ളതല്ലാതെ അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഫലസൂചകമായിട്ട് ഞാൻ എന്തായാലും കണക്കാക്കില്ല. ഈ മണ്ഡലങ്ങളിലൊക്കെ റിസൾട്ട് മാറി വരാൻ സാധ്യത ഉള്ളതാണ്. ഇടതുപക്ഷ മുന്നണിക്ക് ഒരിക്കലും ഒരു വാക്ക് ഓവർ കിട്ടാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം അല്ല കൊല്ലം. അതിൽ പ്രേമചന്ദ്രൻ എന്നുള്ള സ്ഥാനാർത്ഥി വളരെ നിർണായകമായ ഒരു ഘടകം തന്നെയാണ്. MLA ആയിട്ടും രാജ്യസഭയായിട്ടും അംഗമായിട്ടും ലോക്സഭാ അംഗമായിട്ടും അവിടെ അദ്ദേഹം വളരെയധികം ബന്ധങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എങ്ങനെയൊക്കെ രാഷ്ട്രീയം കളിക്കണോ അങ്ങനെയൊക്കെ രാഷ്ട്രീയം കളിക്കാൻ അറിയാവുന്ന ആളാണ്. ബാലഗോപാൽ സത്യത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥികൾ ഏറ്റവും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. സത്യത്തിൽ മലബാറിൽ നിന്നൊക്കെ വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു സ്വഭാവമുള്ള തെക്കൻ ഭാഗത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ ബാലഗോപാൽ. ഈ ഡൽഹിയിലൊക്കെയുള്ള പത്ര സുഹൃത്തുക്കൾ പറയുന്നത് ഈ ഏറ്റവും നല്ല MPമാരെ നമ്മൾ ശരിക്കും അവരുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അസസ് ചെയ്താൽ അതിൽ ഏറ്റവും മികച്ച ആളായിട്ട് വരേണ്ട ആളാണ് ബാലഗോപാൽ. പക്ഷേ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന മറ്റു പല പേരുകളുമാണ് പ്രേമചന്ദ്രൻ്റെ അടക്കം. അങ്ങനത്തെ ഉള്ള ഒരു നേതാവാണ് ബാലഗോപാൽ. അപ്പോൾ എനിക്ക് മുമ്പേ സംസാരിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെ ക്യാമ്പസുകളുടെ ഇടയ്ക്കൊക്കെ ഒരു മുന്നേറ്റം നടത്താൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല ഫൈറ്റ് നടക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് കൊല്ലം. അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വേറൊരു പ്ലാറ്റ്ഫോമിലാണ്. അവിടെ UDF അനുകൂലമായുള്ള ഘടകങ്ങൾ ധാരാളമുണ്ട്. അത് LDFൻ്റെ രാഷ്ട്രീയത്തോടുള്ള പ്രതികരണം അല്ലത്. അത് നമ്മുടെ ദേശീയ രാഷ്ട്രീയം ഇന്നെത്തി നിൽക്കുന്ന അവസ്ഥയോട് ഒരു മലയാളി വോട്ടറുടെ പ്രതികരണമായിരിക്കും ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. അതിന് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പുമായിട്ട് വളരെയധികം ബന്ധമുണ്ടാകാൻ സാധ്യതയില്ല. ആ ദേശീയ രാഷ്ട്രീയ അവസ്ഥ നന്നായിട്ട് പ്രതിഫലിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരിക്കും കൊല്ലം. അതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് അടിസ്ഥാനത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെയൊക്കെ വരവ് സ്വാധീനിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഒന്നായിട്ട് കൊല്ലത്തെ ഞാൻ കണക്കാക്കുന്നു. അതുകൊണ്ട് ഒരു പ്രവചിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു ഫൈറ്റ് തന്നെയായിരിക്കും കൊല്ലത്ത് എന്നുള്ളതാണ് എൻ്റെ അസസ്മെൻറ്റ്. അതാണ്, അവിടെ ഒട്ടും പ്രവചനം സാധ്യമല്ലാത്ത നില ഇപ്പോഴുണ്ട്. ശ്രീ രാജീവ്, ഇവിടെ ഈ പറയുന്നത് പോലെ നേരത്തെ കഴിഞ്ഞ തവണ നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്തപ്പോൾ താങ്കൾ പറഞ്ഞൊരു കാര്യം, ഈ വ്യക്തിപരമായിട്ടുള്ള പോരാട്ടമാവുകയാണെങ്കിൽ പ്രേമചന്ദ്രൻ അനുകൂലമായിട്ട് വരും, രാഷ്ട്രീയമായിട്ടാണെങ്കിൽ അങ്ങനെ പറയാത്ത നിലയും ഉണ്ടാകും. ഇപ്പോൾ ആ പോരാട്ടം ഏത് നിലക്കെത്തിയിട്ടുണ്ടാകും? ഇന്നലെയും പരനാറി എന്ന പ്രയോഗം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് പിണറായിയുടെ ഭാഗത്തുണ്ടായി എന്ന് കാണുന്നു. ഇത് വ്യക്തിപരമായിട്ടുള്ളൊരു പോരാട്ടമാണോ രാഷ്ട്രീയ പോരാട്ടമാണോ? ഇത് മൊത്തം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എല്ലാ മണ്ഡലത്തിലെയും പോരാട്ടങ്ങളെ രാഷ്ട്രീയ പോരാട്ടമായി മാറ്റുന്നതിനുള്ള ശ്രമമാണ് CPMൻ്റെ ഭാഗത്തു നിന്നും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും പൊതുവെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് കൊല്ലം മണ്ഡലത്തിൽ വരുമ്പോൾ അത് കുറച്ച് വ്യക്തിപരം കൂടിയാണ്. ആ വ്യക്തിപരം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു നേരിയ മുൻതൂക്കമെങ്കിലും പ്രേമചന്ദ്രനുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന KN ബാലഗോപാൽ അത് രാഷ്ട്രീയമായ അടിത്തറ കൂടി ആകുമ്പോൾ ഈ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ മറികടക്കാൻ കഴിയുന്നില്ല. അതായത് തുല്യമുള്ള ഒരു പോരാട്ടമായി മാറുന്നു. ഇവിടെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി തന്നെയാണ് UDFനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കൊല്ലത്ത് ശക്തമായ CPMന് അടിത്തറയുള്ള ഒരു സ്ഥലം തന്നെയാണ്. കഴിഞ്ഞ ഈ 2014 തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ഈ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസ് വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നത്? പ്രേമചന്ദ്രനെ പോലൊരു സ്ഥാനാർത്ഥിയെ കിട്ടിയത് കൊണ്ട് മാത്രമാണ്. അതല്ലെങ്കിൽ ഇങ്ങനൊരു ബന്ധത്തെക്കുറിച്ചൊന്നും അവർ ആലോചിക്കില്ല. ഇപ്പോൾ അവിടെ വേറെ ഏതെങ്കിലും RSPയുടെ ഒരു സ്ഥാനാർത്ഥി നിർത്തിക്കൊണ്ട് RSPക്ക് ആ സീറ്റ് കൊടുക്കുക എന്നുള്ളത് കോൺഗ്രസ് ആലോചിക്കുന്ന കാര്യമല്ല. പിന്നെ ഇതെല്ലാം പറയുമ്പോഴും CPMന് ഇത് മറികടക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ കഴിയുന്നതാണ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷിബു ബേബി ജോണിനെ പോലൊരു സ്ഥാനാർത്ഥിയോട് 6061 വോട്ടിന് NK പ്രേമചന്ദ്രൻ ചവറ നിയമസഭാ മണ്ഡലത്തിൽ തോറ്റിട്ടുണ്ട്. 2006 മുതൽ 2011 വരെ മന്ത്രിയായിരുന്ന കാലത്ത്
ഓരോ ദിവസവും, അതായത് ആഴ്ചയിൽ 7 ദിവസത്തിൽ ഏറ്റവും കുറഞ്ഞത് 5 ദിവസവും തിരുവനന്തപുരത്ത് നിന്ന് പ്രേമേന്ദ്രൻ ചവറയിലേക്ക് പോകും. അവിടെ ഓരോ വീട്ടിലും പോവുക, അവിടുത്തെ വികസന പ്രവർത്തനത്തിൽ ഓരോ കാര്യത്തിലും ഇടപെടുക. ഇപ്പോൾ ഷിബു ബേബി ജോണിന്റെ പിതാവ് ബേബി ജോൺ മരിച്ചതിന് ശേഷം ചവറ മണ്ഡലത്തിൽ ഉള്ള ആ ഗവൺമെന്റ് കോളേജിന് ദിവസങ്ങൾക്കുള്ളിൽ, മരണത്തിന് ശേഷം ദിവസങ്ങൾക്കുള്ളിൽ ബേബി ജോണിന്റെ പേര് കൊടുക്കുക. ഇങ്ങനെ ഓരോ കാര്യത്തിലും ഇടപെട്ട് നിന്നിട്ട് പോലും ആ തെരഞ്ഞെടുപ്പിൽ ഈ LDF വലിയ തിരിച്ചടി ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് അല്ല എന്നുള്ളത് ഓർക്കണം. വെറും 2-3 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് ഭരണം പോയത്. ആ തെരഞ്ഞെടുപ്പിൽ 6061 വോട്ടിന് ഷിബു ബേബി ജോണാണ് മത്സരിച്ച് പരാജയപ്പെട്ടു. അതുകൊണ്ട് കൊല്ലത്ത് എങ്ങനെ വേണമെങ്കിലും ഫലം വരാം. പക്ഷെ അവിടെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സനീഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തികച്ചും വ്യക്തിപരമാണ്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ പ്രേമേന്ദ്രനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ചില ആരോപണങ്ങൾ, അതായത് കഴിഞ്ഞ തവണത്തെ BJP സ്ഥാനാർത്ഥി എന്തായിരുന്നു, അതിനുശേഷം ബൈപ്പാസ് ഉദ്ഘാടനത്തിൽ കണ്ടപോലെ ചില രാഷ്ട്രീയമായിട്ടുള്ള ചില ഘടകങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. അതെല്ലാം ഇപ്പോൾ പിന്നിലേക്ക് പോയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന, വ്യക്തിപരമായ ഈ പ്രസ്താവന മുഖ്യമന്ത്രി നടത്തുമ്പോൾ ഇനി പ്രേമേന്ദ്രനെതിരെ ഉയർത്തുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ പോലും അത് വ്യക്തിപരമായ ഈ പ്രസ്താവനയ്ക്ക് താഴേക്ക് പോകുന്നത്രക്കായോ ഈ പ്രസ്താവന? മുഖ്യമന്ത്രി തന്നെ ഇത് പറയുമ്പോൾ ആ ഒരു വ്യക്തി എന്നുള്ള രീതി അത് അനാവശ്യമാണ്. ഇദ്ദേഹത്തെ ചെന്ന് ഉപദ്രവിക്കുന്നത് വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം തോൽവിക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. CPM-കാർ എത്ര നിഷേധിച്ചാലും രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രേമേന്ദ്രനെ വീണ്ടും വ്യക്തിപരമായി വളഞ്ഞിട്ട് ആക്രമിക്കാൻ മുഖ്യമന്ത്രി തന്നെ ശ്രമിക്കുന്നു എന്നുള്ളത്. ഇപ്പൊ മറ്റൊരു നേതാവായിരുന്നെങ്കിൽ ഇത്രയും ഒരു ഇപ്പൊ സ്ഥാനാർത്ഥി KN ബാലഗോപാൽ ആയിരുന്നെങ്കിൽ പോലും ഇത്രയും ഒരു അതിനൊരു കർക്കശം വരില്ലായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി തന്നെ ഇതിന് നേതൃത്വം നൽകുന്നു എന്നൊരു പ്രതിച്ഛായ ഒരു ഭാഗത്ത്. രണ്ട്, ഇനി അങ്ങോട്ട് പ്രേമേന്ദ്രനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇപ്പോൾ നമ്മൾ ശരിക്കും കാണുമ്പോൾ കഴിഞ്ഞ തവണ പട്ടിക മോർച്ചയിൽ നിന്നും ഇത്തവണ BJP ന്യൂനപക്ഷ മോർച്ചയിലേക്ക് എത്തി. അതിനപ്പുറത്തേക്ക് BJP ഒരു സ്ഥാനാർത്ഥി കൊണ്ടുവരുന്നില്ല. എന്തുകൊണ്ട് കൊല്ലം പോലുള്ള മണ്ഡലത്തിൽ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. നല്ല വോട്ടുള്ള അതെ, തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. അതിനുശേഷം ബൈപ്പാസ് ഉദ്ഘാടനം എന്നൊക്കെ വന്നപ്പോൾ അങ്ങനെ ചില ആരോപണങ്ങൾ ഉയർന്നു വന്നു. പക്ഷെ അതെല്ലാം ഇപ്പോൾ മുന്നോട്ട് പോയി. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന അതിനുശേഷം ഇനി വരുന്ന ഓരോ രാഷ്ട്രീയ ആരോപണങ്ങൾക്കും പ്രേമേന്ദ്രന് എളുപ്പമാണ്. ഇത് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇറങ്ങിയിരിക്കുന്നു എനിക്കെതിരെ എന്നൊരു അതുകൊണ്ടും ചെയ്യും പ്രേമേന്ദ്രനെതിരെ BJP ബന്ധം ആരോപിച്ച് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഒരു സംശയം ഉണ്ടാക്കാനാണ് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ ഒരു ആലോചന വന്നു, അതൊരു കുറച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ ഇതേ പ്രേമേന്ദ്രൻ മുത്തലാഖ് പോലുള്ള പ്രശ്നങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാട് ന്യൂനപക്ഷങ്ങൾക്ക് വളരെ സ്വീകാര്യമാണ്. അതാണ് അവിടെ പാർലമെന്റിൽ ഏറ്റവും ശക്തമായുള്ള നിലപാട് സ്വീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അദ്ദേഹം മാത്രമാണ്. അതെ, ശ്രീ രാജൻ ബാബു, ഇവിടെ ഈ BJP-യുടെ വോട്ട് അദ്ദേഹത്തിന് അനുകൂലമായി വരും, അല്ലെങ്കിൽ BJP ഇങ്ങനെ ദുർബലനായ സ്ഥാനാർത്ഥികളൊക്കെ നിർത്തുന്നു, ദുർബലനായ സ്ഥാനാർത്ഥിയാണെന്ന് ഇടതുപക്ഷം പറയുന്നതാണ്, അത് അദ്ദേഹത്തിന് വോട്ട് മറിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ആക്ഷേപം വരുന്നത് ഏത് നിലക്കായിരിക്കും അവിടെ പ്രതിഫലിക്കുക? അങ്ങനെ ഒരു വോട്ട് ഷിഫ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? പക്ഷെ BJP-യുടെ ഒരു മിച്ച വോട്ട് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഈ കഴിഞ്ഞ ഈ തിരഞ്ഞെടുപ്പുകളിലും സ്വാഭാവികമായും ഉണ്ടാകും. ഈ മിച്ചം വരുന്ന വോട്ടുകൾ ആരെടുക്കുന്നു, ആർക്ക് കിട്ടുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് അവിടെ ജയാപജയങ്ങളിൽ നേരിട്ട് ചെറിയ തോതിലെങ്കിലും സ്വാധീനം വരാം എന്ന് കണക്കുകൂട്ടാവുന്നതാണ്. കാരണം ചിലപ്പോൾ വളരെയധികം അവർക്ക് സ്വാഭാവികമായി ലഭിക്കേണ്ട വോട്ടുകളുടെ എണ്ണത്തിൽ നിന്ന് കുറഞ്ഞു കാണുമ്പോൾ, പക്ഷെ അത് ആർക്ക് കിട്ടും എന്നുള്ളത് സംബന്ധിച്ച് തർക്കം നിലവിലുണ്ട്. പ്രേമചന്ദ്രനെതിരെ ഇത്തരം ഒരു ആരോപണം അഡ്വാൻസായി മറുപക്ഷം ഉന്നയിച്ചതാണോ, അതല്ലെങ്കിൽ പ്രേമചന്ദ്രനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ മുൻപ് തന്നെ ഇങ്ങനെ ഒരു ആരോപണം വീശിയടിച്ചിരുന്നു, BJP-യിലേക്ക് പോകുന്നു എന്നുള്ള ഒരു പ്രചരണം, അത് അടിസ്ഥാനരഹിതമാണെന്ന് തീർച്ചയാക്കി കഴിഞ്ഞപ്പോഴാണ് സ്ഥാനാർത്ഥിയുടെ രംഗപ്രവേശം. അപ്പോൾ സ്വാഭാവികമായും കൊല്ലം മണ്ഡലത്തെ സ്വാധീനിക്കാവുന്ന പല പേരുകളും സുരേഷ് ഗോപിയുടേതടക്കം പറഞ്ഞു കേട്ടിട്ടും അവസാനം വളരെ അപ്രസക്തമായ ഒരു സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനമാണ് കൊല്ലം കേട്ടത്. സ്വാഭാവികമായും പക്ഷേ ഇതിൻ്റെ ഗുണഭോക്താവ് ആരാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള തർക്കം വിധിയെഴുത്തിന് ശേഷമേ തീർച്ചയായും അതങ്ങനെ മാത്രമേ പറ്റുകയുള്ളൂ. ഞാൻ തിരിച്ചു വരാം ശ്രീ രാജൻ ബാബു താങ്കളിലേക്ക്. ശ്രീ സജീവൻ, ഇവിടെ NK പ്രേമേന്ദ്രനെതിരായിട്ട് മുഖ്യമന്ത്രി വിടാതെ കൊണ്ടു നടക്കുന്ന ഈ വിദ്വേഷ നിലപാട്, അത് അവിടുത്തെ പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് താങ്കളും സമ്മതിക്കുമോ? അത് ഇത്തവണ പ്രേമേന്ദ്രന് അനുകൂലമായിട്ട് ഉള്ള സാഹചര്യം ഉണ്ടാക്കുമോ? നമ്മൾ കാണേണ്ട ഈ പരനാരി പ്രയോഗത്തെ കാണേണ്ടത് 2014-ലെയും 2019-ലെയും ഈ മുഖ്യമന്ത്രിയുടെ പരാമർശമുണ്ടല്ലോ, ഇത് വ്യത്യസ്തമായ രീതിയിലാണ്. 2014-ൽ ഒരു വികാര പ്രകടനത്തിൻ്റെ ഭാഗമായാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്.
പക്ഷേ ഇപ്പോഴത്തെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. ഇപ്പോൾ ബോധപൂർവമായിട്ട് അദ്ദേഹം പരനാരി തന്നെ എന്ന് പറയുമ്പോൾ അദ്ദേഹം അടുത്ത വാചകം പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അത് പറഞ്ഞിട്ട് വികാരപ്രകടനത്തിൻ്റെ ഭാഗമായി പറയല്ല, പിന്നെ പറയുന്നത് ഇതുവരെ ഞങ്ങളെ ആണ് ചെയ്തത്, നേരത്തെ ഞങ്ങൾക്കെതിരെയായിരുന്നു ഈ പരനാറി പ്രവർത്തനം നടത്തിയിരുന്നത്, എന്നാൽ ഇനി അത് UDF-നെതിരെയും ആവാതിരിക്കാനുള്ള സാധ്യതയില്ലല്ലോ എന്നാണ്. അതായത് ഇദ്ദേഹം BJPക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കും, BJPയോട് സഹകരിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ള കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രയോഗം, രാഷ്ട്രീയമായിട്ട് ഒരു എന്താണ് അജണ്ട അവിടെ നടപ്പാക്കുകയാണ്. അത് വളരെ ബോധപൂർവമായി മുഖ്യമന്ത്രിക്ക് നേരത്തെ വന്നിട്ടുള്ള ഈ പ്രയോഗത്തിലെ അത് അറിയാതെ വന്നു പോയതൊന്നുമല്ല. അത് അറിയാതെ വന്നാണെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ ബോധപൂർവമായിട്ട് പ്രേമചന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി BJPയുടെ സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആണ് BJP പ്രവർത്തിക്കാതെ അല്ലെങ്കിൽ വോട്ട് കൊടുക്കുക എന്നൊരു കൃത്യമായ ഒരു മെസ്സേജ് വോട്ടർമാർക്കിടയിൽ കൊടുക്കുന്നു. അവിടെ നമ്മൾ മുത്തലാഖ് വിഷയത്തിലൊക്കെ അദ്ദേഹം എടുത്ത നിലപാടിനൊക്കെ മാറ്റുന്ന രൂപത്തിൽ ഈ വോട്ടർമാർക്ക് BJP, പ്രത്യേകിച്ച് ന്യൂനപക്ഷത്തിന് BJP എന്ന് കാണുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു വിറളി, അത് പരമാവധി അത് ഉണ്ടാക്കിയെടുക്കാനും അത് പരമാവധി പ്രയോഗിക്കാനുമുള്ള വളരെ ബോധപൂർവമായ തന്ത്രമാണ് മുഖ്യമന്ത്രി ഇപ്രാവശ്യം നടപ്പാക്കിയത്. അത് നമ്മൾ അറിയാതെ അന്നത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും അറിയാതെ പറഞ്ഞു പോയി എന്ന് കണക്കാക്കരുത്. വളരെ കൃത്യമാണ്. കാരണം നേരത്തെ ഈ നമ്മൾ നോക്കുക, ബേബിയെ പോലുള്ള ഒരാൾ, അദ്ദേഹം PB മെമ്പറൊക്കെയാണ്, പക്ഷേ ബേബിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയെ കുറിച്ച് സിനിമയിൽ പറയുന്ന പോലെയാണ്, അദ്ദേഹത്തിന് വളരെയധികം ഫ്ലെക്സിബിൾ അല്ല. ഇപ്പോൾ ഇവിടെ ബാലഗോപാലിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും പറയുന്നുണ്ടല്ലോ, പ്രേമേന്ദ്രൻ ഏറ്റവും മികച്ച സാമാജികൻ എന്ന പോലെ തന്നെ ബാലഗോപാൽ അതിനേക്കാൾ ഒരു പടി കൂടി കടന്ന ആളാണെന്ന് പറയുന്നുണ്ട്. തികഞ്ഞ ജനകീയനാണ്, ആളുകളോട് എങ്ങനെ പെരുമാറണമെന്നറിയാം. ബേബി വലിയ നേതാവാണെങ്കിലും ബേബിക്ക് അതിലൊക്കെ കുറേ ഒരു വലിയ റിജിഡിറ്റി, ഒരു ഫ്ലെക്സിബിൾ അല്ലാത്തൊരവസ്ഥയുണ്ട്. ഇത് എന്നിട്ട് പോലും 37,000 വോട്ടാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം നേടിയത്. ഇത്തവണ അതല്ല. ഇത്തവണത്തെ ഈ സ്ഥാനാർത്ഥിയൊക്കെ അതോടൊപ്പം ഈ ഒരു ആയുധം കൂടി എടുത്തുപയോഗിക്കുകയാണ്. അത് ബോധപൂർവം തന്നെ. ഇത്തവണത്തെ പരനാറി പ്രയോഗം മുഖ്യമന്ത്രിയും LDFും വളരെ ബോധപൂർവമായിട്ട് ഇട്ടു. പക്ഷേ ഇനി ഒരു ചർച്ചയിലേക്ക് പോകുന്നില്ല, അതാണ് നമ്മൾ നോക്കേണ്ടത്. അത് ചർച്ചയായിട്ട് കഴിഞ്ഞാൽ വലിയ ഒരു നേട്ടം ഒരു പക്ഷേ ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. പക്ഷേ ആ വിത്തെറിഞ്ഞ് പോകുന്നൊരവസ്ഥ ഇത്തവണ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് നമ്മളങ്ങനെ അവഗണിച്ച് തള്ളേണ്ട ഒരു കാര്യം അല്ല. അതായത് വൈകാരികമായിട്ടൊരു വളരെ പെട്ടെന്ന് പറഞ്ഞൊരു കാര്യമല്ല അത്. ഇത്തവണ ഒരു രാഷ്ട്രീയ പ്രയോഗമാണ് എന്ന കാര്യം ഓർമ്മയിൽ വെക്കണം. ഇതുകൂടെ അതായത് മുഖ്യമന്ത്രി നടത്തിയ ഈ ഒട്ടും സുഖകരമല്ലാത്ത, ശരിയല്ലാത്ത ഈ പ്രസ്താവന പോലും പരാജയത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിട്ടുള്ള ഇടമാണ് കൊല്ലം.